അപ്പം ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിനെ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് നെതർ ഒന്ന് വിസിറ്റ് എന്ന് പറഞ്ഞൊന്ന് നോക്കിയിട്ട് വല്ല അടുത്താഴ്ച വല്ല ഇതുണ്ടാകുന്നു. കുറച്ചേ നോക്കണുള്ളൂ, നമ്മൾ അങ്ങ് ദൂരെ ഒന്ന് പോയി നോക്കണമെന്നില്ല. നെതറൊന്ന് പോയി നോക്കണേ ഉള്ളൂ. അതിന് ചെറിയ പ്രിപ്പറേഷനൊക്കെ മതി. ഗാസ്റ്റൊക്കെ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. ഗാസ്റ്റൊക്കെയാണ് അവിടെ കൂടുതലുള്ള. ഓക്കെ, ഞാൻ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഒരു SP ഫാർമെങ്കിലും പണിയണം ഗൈസ്. ഓക്കെ, ഞാനാണെങ്കിൽ എന്തിനാണ് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ വീടിനെ കാണിച്ചിട്ടില്ല, ഓഫ്ലൈനിലാണ് ഞാൻ ചെയ്തതൊക്കെ. ഞാൻ കുറേ ചെയ്ത് എൻ്റെ ലെവലില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ലെവൽ കൂട്ടണം. അതിന് വേണ്ടിയാണ് ഞാൻ SP ഫാർം പണിയണം. ഞാൻ മിക്കവാറും ഓഫ്ലൈനിൽ പണിയും, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് തന്നെ ഞാൻ ചെയ്യും ഗൈസ്. ഓക്കെ, ഞാൻ ഓഫ്ലൈനിൽ കുറേ സ്റ്റോൺ മൈൻ ചെയ്ത് വയ്ക്കാം ഗൈസ്. ഓക്കെ, ഫുഡൊന്നും ഇല്ല ഗൈസ്, നമ്മൾ ഹങ്കറാണ്. ഞാൻ ഫുഡും കൂടി ഒന്ന് ഓഫ്ലൈനിൽ കുറേ സെറ്റാക്കി വയ്ക്കണം ഗൈസ് എനിക്ക്. ഓക്കെ, ഇത് ബ്ലോക്ക് എല്ലാം എടുത്ത് ഈ ചെസ്റ്റിൻ്റെ അകത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം എന്തായാലും എൻ്റെ പിക്കാസൊക്കെ ഉണ്ടല്ലേ, ഡയമണ്ട് പിക്കാസൊക്കെ ഉണ്ട്. പിന്നെ ഡയമണ്ട് മൈനിങ് ചെയ്യാൻ പോകണം ഗീസ്. ഓക്കെ, ഡയമണ്ട് മൈനിങ് ചെയ്യാൻ പോകണം. ഒരു ഷോർട്സിനെ ഇട്ടേക്കാം ഗീസ്. ഓക്കെ, എന്തായാലും ഓഫ്ലൈൻ ഞാൻ മൈൻ ചെയ്യാൻ പോകും. ഓക്കെ, അപ്പം ഞാൻ റെക്കോർഡ് ചെയ്ത് വയ്ക്കുമ്പോൾ അത് ഷോർട്സ് ആയിട്ടൊന്ന് ഇടാം. വലിയ വീഡിയോ ഒന്നും എടുക്കണ്ടല്ലോ ഗീസ്. ഓക്കെ, ഇതൊന്ന് സോർട്ട് ചെയ്യട്ടെ. ഓക്കെ, അയണൊക്കെ ഈ ചെസ്റ്റിലാണ് ഗൈസ് ഇരിക്കണം. അതൊക്കെ നമുക്ക് മാറ്റാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്ക് പ്രഷർ പ്ലേറ്റൊക്കെ വെച്ചൊന്ന് സീനാക്കണം. അതൊക്കെ ഞാൻ ഓഫ്ലൈനിൽ ചെയ്യാം. ഇതാണ് എൻ്റെ കുതിര. അപ്പോൾ ഒരു ബ്രോ കമൻറ്റ് ചെയ്തായിരുന്നു, പേരെനിക്ക് അറിഞ്ഞൂടെ, കിച്ചു എന്തിരുന്ന കമൻറ്റ് ചെയ്ത് 3 പേര് കമൻറ്റ് ചെയ്തു. ഓക്കെ, അതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് കിച്ചു എന്നാണ്. ഓക്കെ, അത് നിങ്ങൾ എൻ്റെ റെയ്ഡല്ല മറ്റേ റെയ്ഡ് തന്നെ, റെയ്ഡിൻ്റെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ബ്രോ കമൻറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തതിനൊക്കെ നല്ല താങ്ക്സ് ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വളരെ നന്ദി ഗൈസ്. ഓക്കെ, നമുക്കിവിടെ എന്തായാലും ബീട്രൂട്ട് സീഡ് ഇടാം. നമ്മളിപ്പം വെജിറ്റേറിയനാണ്, വെജിറ്റേറിയൻ ആണേ. ഓക്കെ, നമ്മൾ ഹങ്കർ വലുതാണ്. പിന്നെ വെജിറ്റേറിയൻ എന്ന് നോക്കാൻ പറ്റൂല. മാർക്കുമായി എന്തിനാണ് എല്ലാ മൃഗത്തിനെ വെട്ടി കീഴ്പ്പെടുത്തി തിന്നുന്നതാണ് ഫ്രൈഡ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ഷുഗർ കെയിൻ നമുക്ക് ഒരു ഫാർം ഞാൻ ഓഫ്ലൈനിൽ പണിയുന്നതാണ്. ഫാർമല്ല, ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു വെള്ളം സ്ഥലമുണ്ട്, ഒരു പുഴ പോലെ. അപ്പം അവിടെ നമുക്കൊന്ന് ജസ്റ്റ് നടാം ഗൈസ്. എൻ്റെ കുറേ ഉണ്ട്, കണ്ട 60 എത്ര ഉണ്ട്. ഇത് നട്ടിക്ക് നമുക്ക് പോവാം ഗൈസ്. ഓക്കെ, നട്ടിക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇത് പെട്ടെന്ന് വളരും ഗൈസ്. ഈ ഷുഗർ കെയിൻ അങ്ങനെയല്ല, ഷുഗർ കെയിൻ പെട്ടെന്ന് വളരും. ഞാൻ കുറേ വളർന്നാണ്, അങ്ങനെയാണ് ഞാൻ ഇത്രയും വെട്ടിയത്. 60 എത്ര കിട്ടി. അങ്ങ് വരെ നടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെട്ടിയത്. അപ്പോഴത്തേക്കും പ്രതീക്ഷിച്ചതിനെക്കാട്ടും കിട്ടി ഗൈസ്. ഓക്കെ, ഞാൻ 20 എത്രയാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ എനിക്ക് ഒരേ സ്റ്റാക്ക് തന്നെ കിട്ടി. അറ്റം വരെ നമുക്ക് നടാം ഗൈസ്. ഓക്കെ, ഈ വെള്ളമുള്ള സ്ഥലത്ത് ഇത് നടാൻ പറ്റുള്ളൂ. ഓക്കെ, ഇങ്ങനെ ചുറ്റും കാണിക്കാൻ അടിപൊളിയാണ്. ഓക്കെ, അവിടെയും കൂടി ഒന്ന് നടാം. ഓക്കെ, പിന്നെ ഒരു ബ്രോ ചോദിച്ചാണ് ഇത് ലാപ്ടോപ്പാണ് ഫോണാണോ? ഇത് ഫോണാണ് ബ്രോ. ഓക്കെ, ഇത് ഫോണിൽ എൻ്റെ ഗെയിമിംഗ് സെറ്റപ്പിൻ്റെ വീഡിയോ ഉണ്ട്. അതിൽ USB ഹബ് OTG കണക്ടറും വെച്ച് ചെയ്തേക്കാനാണ്. പിന്നെ മൗസും കീബോർഡും. ഓക്കെ, പിന്നെ ചെറിയ ലൈറ്റിംഗ് സെറ്റപ്പൊക്കെയാണ് ഗൈസ്. ഓക്കെ, തട്ടിക്കൂട്ട് ഗെയിം സെറ്റപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാം. 300 എത്ര വ്യൂസൊക്കെ അതിനുണ്ട് ഗൈസ്. ഓക്കെ, ഇനി ഇത്രയും ഇരിക്കുകയാണ്. 20, 19, 39. ഓക്കെ, 39 ഷുഗർ കെയിൻ എൻ്റെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ബെഡ് വെച്ച് കിടന്നുറങ്ങാം. ഓക്കെ,
ഇതെന്താന്ന് Respawn ഗീസ് ഈ point set. അലക്സേന്റെ You വോയിസ്? can only sleep at night and എൻ്റെ during ഗെയിമിൽ അലക്സയൊക്കെ വന്നാണ് ഇപ്പോൾ thunderstorms. പറയണത്. Respawn point set. അലക്സേൻ്റെ You വോയിസ് can ഒക്കെ only sleep at അതെങ്ങനെയെന്തോ night and during അതെങ്ങനെ ഓഫ് thunderstorms. ചെയ്യണം നിങ്ങൾ Respawn കമൻറ്റ് ചെയ്യുക point ഗീസ്. ഓക്കെ, set. അത് എനിക്ക് Respawn അറിഞ്ഞൂടാ. point set. ഓക്കെ, നേരെ നമുക്ക് നെതറിലോട്ട് ഒന്ന് കുറച്ച് കണ്ടിട്ട് നമുക്ക് ഇറങ്ങാം. അതിന് മുമ്പേ എൻ്റെ ഹങ്കർ കുറവാണ്. അതാരാണ്? ഓക്കെ ഗൈസ്, ഇവിടെ ഇത് ട്രൈഡൻ്റ് മച്ചതാണ്ടോ ഇവൻ. അയ്യോ, ഇത് നല്ല സീനാണ്. ട്രൈഡൻ്റ് നല്ല മൂർച്ചയുണ്ട്. ഓക്കെ, എൻ്റെ സോഡിന് ഷാർപ്പ്നെസ് 1 ഷാർപ്പ്നെസ് 3 ആഡ് ചെയ്യണം ഗീസ്. എന്നിട്ട് ഇവന്മാരൊക്കെ വെട്ടിക്കൊല്ലണം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ക്യാരറ്റ് ഉണ്ട്, 2 ക്യാരറ്റ് ഉണ്ട്. ആകെ 2 കിട്ടിയുള്ളൂ ഗീസ്. ഒരു 3 കിട്ടേണ്ടതാണ്. 2 കിട്ടുള്ളൂ. അപ്പോൾ അവിടെ പന്നിയേ നിനക്കൊന്നുമില്ല ക്യാരറ്റ്. പന്നി ഓടി വരികയാണ് ഗീസ്, പന്നി. ഓക്കെ ഓക്കെ, നെതർ ലോഡിങ്. നരകത്തിലോട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്തി വന്നേക്കുന്നത്. അയ്യോ, എൻ്റെ ഹാർട്ടൊന്നുമല്ലോ. അമ്മമാരുണ്ട്. ഗാസ്റ്റ് സീനാണ്. ഓക്കെ, അവിടെ ലൈറ്റൊക്കെ ഇരിപ്പുണ്ട്. അതൊന്നും നമുക്കിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് വേറൊരു എപ്പിസോഡിൽ നമുക്ക് എന്താണ് ഈ നെതറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എൻ്റെ നെതർ ഹബ്ബൊക്കെ പണിയാം സുധീനെ പോലെ. ഓക്കെ, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഗാസ്റ്റ് വന്ന് നമ്മുടെ പോർട്ടലിലോട്ട് ഇട്ട് ഇത് ചെയ്യും. വീണ്ടും നമ്മൾ ലൈറ്റ് എടുത്ത് ഏതെങ്കിലും ക്യാബിൻ്റെ അടി ഒന്ന് സ്പോണാവും. ഓക്കെ, ക്യാരറ്റ് തിന്നാ. അയ്യോ, ക്യാരറ്റ് തീർന്നു. നമുക്കിവിടെ കൂടുതൽ നേരം നിൽക്കണ്ട. ഞാൻ കുറച്ച് നേരത്തേക്ക് വേണ്ടിയാണ് ഗൈസ് വന്നത്. ഇവിടെ നമുക്ക് വല്ല ഈ സ്റ്റോണൊക്കെ വെച്ച് പണിയണം. അടുത്ത എപ്പിസോഡിൽ ഒരു സ്റ്റോറേജ് അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഇത് പണിയണം ഗൈസ്. ഓക്കെ, ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവിടെയൊക്കെ മൈൻഡ് ചെയ്ത് ഒരു ഹബ്ബ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, നെതർ ഹബ്ബ് അങ്ങനെയല്ലേ? നെതർ ഹബ്ബ് നമ്മൾ ഇത് പോർട്ടൽ പ്രൊട്ടക്ഷൻ വേണ്ടി ഇപ്പം ഇത്രയൊക്കെ കുഴിച്ചിട്ടേക്കാം ഗൈസ്. പിന്നീട് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ സ്റ്റോണൊന്നും ഇല്ല. ഓക്കെ, അവിടെ ലാവയൊക്കെ കാണുന്നുണ്ട്. ഈ പിഗ്ലിൻസ് ഉണ്ടായിരുന്നെങ്കിൽ ട്രേഡ് ചെയ്യും. ഇതെന്താണ് ഗൈസ്? അയണല്ല. ഓ ഗൈസ്, പിഗ്ലിൻസ് ഇവന്മാർ സീനാണ്. അയ്യോ, ഗാസ്റ്റ് ഓടിക്കോ ഗൈസ്. ഗാസ്റ്റ് സീനാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടേക്ക് ഇത് ഫോർട്രസ് ഞാൻ കണ്ടില്ല. എന്തായാലും ഞാൻ ഒന്ന് ഓഫ്ലൈനിൽ ഇത് ഒന്ന് ഫോർട്രസ്സൊക്കെ ഉണ്ടാകുന്ന നോക്കുന്നതാണ് ഗൈസ്. ഓക്കെ, ഞാൻ പറ്റുമെങ്കിൽ ഓഫ്ലൈനിൽ തന്നെ നെതർ ഹബ്ബ് പണിയാം. ഓക്കെ, ചെറുതായിട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ, നമുക്ക് ഇത് ഡയമണ്ട് മൈനിങ്ങിന് ഇവനൊന്ന് തീർത്തേക്കാം. കണ്ടില്ല, ഇത് അടിച്ചിങ്ങനെ തെറിച്ച് പോകും ഗൈസ്. ഓക്കെ, അതിനാണ് ഇതിന് കിങ് എന്താണെന്ന് ഇതുള്ള. ഓക്കെ, 2 അടിച്ച ആൾ തീരും. ഓക്കെ, അപ്പോൾ എൻ്റെ കുതിരേൻ്റെ പേരാണ് കിച്ചു. അപ്പോൾ കിച്ചുക്കുട്ടൻ എന്നാണ് ഇനി നമ്മുടെ കുതിരേൻ്റെ പേര് ഗൈസ്. ഓക്കെ, കിച്ചുക്കുട്ടൻ. അപ്പോൾ ആ ബ്രോയിന് വലിയ താങ്ക്സ്. ആരും കമൻറ്റ് ചെയ്തില്ല, ആ ബ്രോ മാത്രമേ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ആ ബ്രോയ്ക്ക് വേണ്ടി അല്ലേ ഇത് ബാക്കി കുറേ പേര് കമൻറ്റ് ചെയ്ത്, പക്ഷേ പേര് കമൻറ്റ് ചെയ്തത് ആ ബ്രോയാണ്. ആ ബ്രോ താങ്ക്സ്. ഓക്കെ, ആ ബ്രോയിൻ്റെ എന്തിനാണ് കമൻറ്റിനായി ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. ഓക്കെ, കോപ്പിറൈറ്റ് ആവാൻ മതി ഇതിന്. ഓക്കെ, 2 ഡയമണ്ട് വേണം. അതാണ് ഞാൻ പറഞ്ഞത് മൈനിങ്ങിന് പോകണം. പിന്നെ ബുക്കിൻ്റെ കാര്യം, പേപ്പർ ഉണ്ടാക്കാൻ നമ്മുടെ ഇവിടെ ഷുഗർ കെയിൻ 64 അത്ര ഉണ്ടല്ലോ. ഓക്കെ, അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ അടുത്ത എപ്പിസോഡ് എന്തായാലും എൻ്റെ ആർമറല്ല, ഈ ഡയമണ്ട് പിക്കാസും ഡയമണ്ട് ആക്സൊക്കെ തിളങ്ങി നിൽക്കും കേസ്. ഓക്കെ, കാരണം ഞാൻ ഇതുണ്ടായി ഇന്ന് എന്തായാലും ഓഫ്ലൈനിൽ ഇത് ഡയമണ്ട് മൈനിങ് ചെയ്യാൻ പോകും കേസ്. ഓക്കെ, അങ്ങ് ഡിസ്പ്ലേറ്റിൻ്റെ ലെവലിലേക്കാണ് ഞാൻ പോകണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും ബൈ. ഓക്കെ, അപ്പം അടുത്തതിൽ ഞാൻ സ്റ്റോറേജ് അല്ലെങ്കിൽ SP പണിയതാണ്. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാത്തിനും ബൈ.